ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം. ആത്മസഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വേഴപ്ര ശ്രീ ശക്തിപ്പറമ്പ് ക്ഷേത്രത്തെ പറ്റിയാണ്. 1080 മീനമാസത്തിൽ, അതായത് 1900 മാർച്ച് മാസത്തിൽ, ആലപ്പുഴ ജില്ലയിലെ രാമങ്കരിക്കടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. കറുകശ്ശേരി എന്ന തറവാട്ടുകാരുടെ വകയായിരുന്നു ഈ ക്ഷേത്രം. അവിടെ ദുർദേവതകളായ ആനമർദാച്ചിയാണ് അവിടെ സ്ഥിരം ആരാധിച്ചിരുന്നത്. ഉപദേവതകളായി വെളുത്തേടൻ, മാടൻ, മറുത, അപ്പൂപ്പൻ എന്നിവരും ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാട് മൃഗബലിയായിരുന്നു. ഗുരുഭക്തനായ എബ്രഹാം താമസിച്ചിരുന്നത് രാമങ്കരിയിലായിരുന്നു. സത്യവ്രത സ്വാമികളിലൂടെയാണ് ഗുരുവിനെ പറ്റി എബ്രഹാം അറിയുന്നത്. ഈ എബ്രഹാമിന് ഗുരുദേവനെ കാണാൻ അതിയായ ആഗ്രഹം. അങ്ങനെ ഇരിക്കെയാണ് കുമരകത്ത് ഗുരുദേവൻ ക്ഷേത്രം പ്രതിഷ്ഠയ്ക്ക് വരുന്ന വിവരം എബ്രഹാം അറിയുന്നത്. ഇതറിഞ്ഞപ്പോൾ മുതൽ ഗുരുദേവൻ എൻ്റെ വീട്ടിൽ വന്നെങ്കിലെന്ന് അതിയായി ആഗ്രഹിച്ചു. അവസാനം ഗുരുദേവൻ എൻ്റെ വീട്ടിൽ വരുമെന്ന് വിശ്വസിച്ചു ഗുരുവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നു. കരിക്കും പഴവും പയറ് വാങ്ങിക്കൊണ്ടുവന്ന് അത് പുഴുങ്ങിയും വെച്ചു. ഗുരുദേവൻ ഇരിക്കുവാനായി ഒരു കസേര തയ്യാറാക്കി അതിനകത്ത് ഒരു വെളുത്ത തുണിയും വിരിച്ചു കാവലായി. എല്ലാം ചെയ്തു വെച്ചെങ്കിലും എബ്രഹാമിന് ഒരു ആശങ്ക, ഗുരുദേവൻ ഇവിടെ വരുമോ എന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, എബ്രഹാമിൻ്റെ വീട്ടിനടുത്തുകൂടി വള്ളം എത്തിയപ്പോൾ ഗുരുദേവൻ വള്ളക്കാരനോട് പറഞ്ഞു ആ വീടിനടുത്തേക്ക് ഒന്ന് വെള്ളം അടുപ്പിക്കാൻ. അങ്ങനെ എബ്രഹാം നോക്കുമ്പോഴത്തേക്ക് ഗുരുദേവൻ ദാ വരുന്നു എൻ്റെ വീട്ടിലേക്ക്. എബ്രഹാം ഓടി വന്ന് ഗുരുവിനെയും കൂട്ടരെയും ആദരപൂർവ്വം സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ അയാൾ കരുതി വെച്ചിരുന്ന കരിക്കും പഴവും പയറും എല്ലാം കൊണ്ടുവന്ന് ഗുരുവിനും ശിഷ്യന്മാർക്കും എല്ലാം സന്തോഷത്തോടെ കൊടുത്തു. ഗുരു ആഹാരം സന്തോഷത്തോടെ സ്വീകരിച്ചു. അതിനുശേഷം ഗുരുദേവനും കൂട്ടരും എബ്രഹാമിനെയും കൂട്ടി ശക്തിപ്പറമ്പ് ക്ഷേത്രത്തിലേക്ക് പോയി. ആ സമയം ഗുരുദേവൻ അമ്പലപ്പറമ്പിലേക്ക് വരുന്നെന്നറിഞ്ഞപ്പോൾ അവിടെ ധാരാളം ആളുകൾ തിങ്ങിക്കൂടി. കറുകശ്ശേരി കുടുംബാംഗങ്ങളും അയൽവാസികളുമായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഗുരുദേവൻ അമ്പലവും പരിസരവും എല്ലാം ചുറ്റി നടന്നു കണ്ടു. അതിനുശേഷം അവിടെ നിന്നവരോട് അമ്പലത്തിലെ ഈ പ്രതിഷ്ഠ ഇളക്കി മാറ്റുവാൻ ഗുരു പറഞ്ഞു. ആർക്കും അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഗുരു എബ്രഹാമിനോട് പറഞ്ഞു ആ പ്രതിഷ്ഠ ഒന്ന് ഇളക്കി മാറ്റാൻ. ഗുരുവിൻ്റെ നിർദ്ദേശം കേട്ട മാത്രയിൽ തന്നെ എബ്രഹാം ആ പ്രതിഷ്ഠ ഇളക്കി മാറ്റി. എബ്രഹാമിനോട് തന്നെ ഗുരു പറഞ്ഞു പോയി ഒരു ഫോട്ടോ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഗുരുവിൻ്റെ ആജ്ഞ കേട്ട മാത്രയിൽ തന്നെ എബ്രഹാം ഓടി നേരെ ചങ്ങനാശ്ശേരിയിൽ പോയി. അവിടെ നിന്ന് ഒരു മീശയുള്ള ശിവന്റെ ഫോട്ടോയും വാങ്ങിക്കൊണ്ട് വന്നു. അത് വാങ്ങി ഗുരുദേവൻ അവിടെ പ്രതിഷ്ഠിച്ചു. ഈ അസാധാരണ ചിത്രം ഇന്നും ഒരു കേടും കൂടാതെ അവിടെ ഇരിക്കുന്നു. എല്ലാ വർഷവും മീനമാസം 30 ആരംഭിച്ച് 2 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. നിത്യപൂജയോ ശാന്തിക്കാരോ ഈ അമ്പലത്തിലില്ല. കുട്ടികൾ ദിവസവും വന്ന് വിളക്ക് കത്തിക്കും. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം എബ്രഹാം ശിവഗിരിയിൽ വന്നു. എബ്രഹാമിനെ കണ്ട മാത്രയിൽ ഗുരുദേവൻ അടുത്ത് വിളിച്ചു കുശലം ചോദിച്ചു. എന്നിട്ട് ഗുരു പറഞ്ഞു നമുക്ക് ദാഹജലവും ഭക്ഷണവും തന്ന ആളാണ് നീ. എബ്രഹാമിനെ ഗുരുപൂജയിൽ പങ്കെടുപ്പിച്ച് 2 ദിവസം ഗുരുവിനോടൊപ്പം അവിടെ താമസിപ്പിച്ചതിന് ശേഷമാണ് തിരികെ വിട്ടത്. ഈ കുമരകത്ത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെയും പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. ആത്മസഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ വേറൊരു വിഷയമായിട്ട് വീണ്ടും എത്താം. നന്ദി, നമസ്കാരം. ഗുരുവോ.